പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സ്പിരിച്വൽ അസസ്മെൻറ്റിലെ ആദ്യത്തെ റെഫറൻസ് ദൈവസ്നേഹമാണ്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നു, നമ്മൾ ജോലിക്ക് വേണ്ടി ചെയ്യുന്ന ഉടമ്പടി അല്ലേ, അതുപോലെ തന്നെ നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്, ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഈ അസസ്മെൻറ്റാണ്. എല്ലാത്തിൻ്റെ ബേസിക് ഫസ്റ്റ് എന്താണ്? നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ഗ്രേഡ് ഉണ്ടാകണം. രണ്ടാമത് നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് ദൈവം ചോദിക്കും. രണ്ടാമത് വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? ഉടമ്പടി ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി എന്താ? നിങ്ങൾ എന്ത് കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ് എന്നോട് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? അതും ഒരു ചോദ്യമാണ്. അതറിയണമെങ്കിൽ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9:28 വായിച്ചാൽ മനസ്സിലാവും. മത്തായി ശ്ലീഹ 9:28. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 9:28. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സെക്കൻഡ് വിഷയം കണ്ടാവും. ആദ്യം ദൈവസ്നേഹമാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നീട് വരണത് എനിക്ക് ഇപ്പോൾ അന്ധന്മാരെ യേശുവിൻ്റെ കൂടെ, ഇപ്പോൾ യേശു യഹൂദ പ്രമാണിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നടന്ന സംഭവമാണ്. വഴി കണ്ട അന്ധന്മാരൊക്കെ യേശുവിൻ്റെ പുറകെ ഓടി വന്ന് അവർ വീട്ടിൽ കയറുന്ന അന്ധന്മാർ യേശുവിന് തടസ്സം നിന്നുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? നിങ്ങൾ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് ജോലി ലഭിക്കണം, ഇല്ലേ? അതാ സംഭവം. അപ്പം അന്ധന്മാർ അതുപോലെ പറയണം, എനിക്ക് കാഴ്ച ലഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജോലി ലഭിക്കണം, വീട് ലഭിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് 24 വർഷമായിട്ട് അവർക്ക് വീടുമില്ല, സ്ഥലവുമില്ല. 24 വർഷമായിട്ട് അവർക്ക് വീടുമില്ല, സ്ഥലവുമില്ല. എൻ്റെ മക്കളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, 24 ദിവസത്തിനുള്ളിലേ ഇവർക്ക് ഉടമ്പടിയോടുകൂടി വീട് സ്ഥലം ലഭിക്കുന്നുണ്ട്. ഞെട്ടിപ്പോവും. ആറ്ററമ്പിലെ പാലായിലെ ആറ്ററമ്പിൽ പുറമ്പോക്കി താമസിക്കുന്ന ആളാണ്. 24 വർഷമാണ് അവർക്ക് വീടില്ലാത്തത്, ഒരു 1/4 നൂറ്റാണ്ട്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ 24 ദിവസത്തിനുള്ളിൽ അവർക്ക് സ്ഥലമായിട്ട് വെറും ഒരാഴ്ചക്കുള്ളിൽ വീടായി. അപ്പം ഇതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഓർക്കും, അങ്ങനെ ഓരോരോ രീതികളിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിലാണ് മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസി. നിങ്ങളുടെയൊക്കെ എപ്പോഴും ലോജിക്ക് റീസൺസ് വർക്ക് ചെയ്യണം മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസിയിലാണ്. ഇത് ഉടമ്പടി ബാധകമല്ല. മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ മെറ്റീരിയലായിട്ട്, ഭൗതിക സാധ്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദൈവം കൂടി ഒന്ന് മുട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നുള്ള ഭൗതിക സാധ്യത ഇല്ല. കാര്യം എന്താ വേണ്ടത്? വീടും വേണം, സ്ഥലവും വേണം, വീടും വേണം. 24 ഭൗതിക സാധ്യത ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് നിസ്സാര കാര്യം. നിങ്ങൾക്ക് ജോലിയുണ്ടല്ലോ, ജോലിയുള്ളവർക്ക് ലോൺ എടുക്കാൻ എന്ത് വേണമെങ്കിലും ലോൺ കിട്ടുമല്ലോ. വീടും കിട്ടും, കാറും കിട്ടും, എല്ലാം ജോലി കിട്ടും. അതുപോലെ അങ്ങനെ ചിന്തിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. 24 കൊല്ലം ചിന്തിച്ചില്ലേ അവർ? അതിലെ ചിന്തിക്കണ്ടേ? 24 കൊല്ലം അവർ ജീവിച്ച ആറ്ററമ്പിൽ പൊന്മാനെപ്പോലെ ജീവിക്കുക. അപ്പോൾ എന്തെങ്കിലും കഴിവോ സാധ്യതയോ ഭൗതികമായ സാഹചര്യമോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ടതായിരുന്നു. മാനുഷികമായ സാഹചര്യം ഇല്ലെന്ന് വ്യക്തമല്ലേ? ഇല്ലാത്ത മാനുഷിക സാഹചര്യം മീൻസ് 0 പോസിബിലിറ്റിയിലാണ് അവർ. ഒരു വ്യക്തി 0 പോസിബിലിറ്റിയിലാണെന്ന് വിചാരിച്ചോ, പക്ഷേ ഉടമ്പടി എടുക്കുമ്പോഴേ അവകാശിയായി മാറും. ഫോർ ക്രിസ്ത്യൻസ് ഞങ്ങൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ മാമോദിസ ഒരു
കവനൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് കൂദാശയാണ്, സക്രമെൻറ്റ്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് ഞങ്ങളെ ക്രൈസ്തവരും, അതായത് മാമോദിസ എന്ന കൂദാശ എന്താണൊരു വ്യക്തി, അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു, മോക്ഷരാജ്യത്തിൻ്റെ അവകാശികൾ. ഈശോ നേടിയെടുത്ത നിത്യജീവനിൽ അവകാശം ലഭിക്കാൻ വേണ്ടിയാണ് ഈ മാമോദിസ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കൂദാശയിലൂടെ ഒരു അവകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉടമ്പടിയിലൂടെ ഒരു അവകാശമല്ല, എത്ര അവകാശങ്ങളാണ് ലഭിക്കുന്നത്. ഈ സ്ത്രീക്ക് വല്ല അവകാശമുണ്ട്? 24 കൊല്ലം ജീവിച്ചിട്ടും അവർക്കൊരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ആ സ്ഥലം സ്വന്തം പേരിലാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് അവരുടെ ഭൗതിക സാഹചര്യം. അതാണ് ദൈവവേദനേ, ഞാൻ നിന്നോട് സംസാരിക്കണത് ദൈവം നിന്നോട് സംസാരിക്കണതാണ്. എന്താ കാരണം? നിൻ്റെ സാഹചര്യം 0 ആണെന്ന് വിചാരിച്ചോ? നീ വിചാരിക്കണമെന്ന് വെച്ചാൽ നീ എന്തുകൊണ്ടാണ് ഒരു റിലൈസ് ചെയ്യാത്തതിൻ്റെ കാരണം നിനക്ക് രക്ഷപ്പെടാനുള്ള ഭൗതിക സാഹചര്യം നിൻ്റെ മുമ്പിൽ കാണാത്ത കൊണ്ടാണ്. എങ്ങനെ കടം മേടിക്കാനില്ലച്ചാ, ലോൺ എടുക്കാനില്ലച്ചാ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഇത് 0 സാഹചര്യമാണ്, 0 സാധ്യത. 0 സാധ്യത എന്നുകൊണ്ടാണ് പല ആൾക്കാരും ഉടമ്പടി ചെയ്യണത്. എന്താണ് ഉടമ്പടിയുടെ സാധ്യത? ദൈവമാണ്. കൈയടിച്ച് കർത്താവിനെ ഞങ്ങൾക്ക് അനന്ത സാധ്യതകൾ തുറന്നു തരുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ വചനം ഒന്നുകൂടി പരിശോധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9:28. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 9:28. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. ഓക്കെ, ഏറ്റു പറഞ്ഞേ. അവൻ ഭവനത്തിലെത്തിയപ്പോൾ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്നവർ മറുപടി പറഞ്ഞു. അതായത് ഞാനത് എംഫസിസ് ചെയ്യാൻ എവിടെയാണെന്ന് അറിയാവോ? ഇതിൽ ഇപ്പം എനിക്ക് യേശു അന്ധന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അന്ധന്മാരാകാം, ജോലി ഇല്ലാത്തവരാകാം, പ്രൊമോഷന് വേണ്ടി പരിശ്രമിക്കുന്നവരാകാം, വീടില്ലാത്തവരാകാം, സ്ഥലമില്ലാത്തവരാകാം, വിവാഹം ഒത്തുവരാത്തവരാകാം, മക്കളില്ലാത്തവരാകാം. എന്താണ് ഇങ്ങനെയുള്ളവരോട് യേശു ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനുണ്ട്. എന്താണ്? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ക്ലിയർ അല്ലേ? പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഒന്ന് തിരിച്ചിട്ടാകും മനസ്സിലാകാൻ ഒരു സത്യമുണ്ട്. എന്താണ്? വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് മീ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്? മനസ്സിലായ? നിനക്ക് എൻ്റെ അടുത്ത് വരാൻ എന്താണ് യോഗ്യത? അതാണ് ചോദ്യം. വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? അസസ്മെൻ്റാണ്, സ്പിരിച്വൽ അസസ്മെൻ്റാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സ്പിരിച്വൽ അസസ്മെൻ്റാണ്. ആധ്യാത്മികമായ ഒരു കണക്കെടുപ്പ്, ആത്മീയമായ കണക്കെടുപ്പ്. ഒരു ഉടമ്പടി എടുക്കുന്ന വ്യക്തി ഒരു ആധ്യാത്മികമായ കണക്കെടുപ്പിന് തയ്യാറായിരിക്കണം. കർത്താവ് എന്താ ഇപ്പോൾ 5:47 എന്താ ചോദിച്ചിരിക്കുന്നത്? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് എന്നോടിത് ചോദിക്കാൻ? അതാണ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വീട് ചോദിച്ചു, ജോലി ചോദിച്ചു, അല്ലെങ്കിൽ IELTSൻ്റെ വിജയം ചോദിച്ചു, സ്കോർ ചോദിച്ചു. വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് മീ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്? അതാണ് സംഭവം. അപ്പോൾ കപ്പാസിറ്റി എന്താണെന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ക്ലിയറാണ്? നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് എന്നോടിത് ചോദിക്കാനുള്ളത്? 6 കാര്യം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ. അത് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വിശ്വാസമാണെന്ന് ഇവിടെ നമുക്ക് വ്യക്തമാണ് അല്ലേ? അന്ധന്മാരെന്താ പറഞ്ഞത്? ഞങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ വേദപുസ്തകത്തിനൊരു പരിപാടിയുണ്ട്. വിശ്വസിച്ചാൽ മാത്രം, അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം ചിലത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് വേദപുസ്തകത്തിൽ. ഇപ്പം നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നവർ, വിശ്വസിക്കാൻ വേണ്ടി ഇതിനെ മടിക്കാച്ചും മുടക്കി വരത്തില്ലല്ലോ അല്ലേ? വെളുപ്പിനെ 4 മണിക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? വിശ്വസിക്കാത്ത വല്ലവരും വരുമോ? പക്ഷെ ചില കാര്യം വിശ്വാസം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. എന്ത് വേണം? പിന്നെ
പ്രവൃത്തി കൂടി വേണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യാക്കോബ് 2:19. യാക്കോബ് 2:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതിൽ തന്നെ നിർജീവമാണ്. വെറുതെ നാക്കിൻ്റെ അടിച്ച പാട്ട് പാടിയിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലേ? പാട്ട് പാടിയിട്ട് വലിയ കഥയൊന്നുമില്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അതാണ് യാക്കോബ് 2:17. അതാണ് വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതാണ് ഉടമ്പടി ഇവിടെയാണ് റിയലൈസ് ചെയ്യണത്. ഉടമ്പടി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തനിയ ബാബു എന്നൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കുറേ എല്ലാ സാക്ഷ്യവും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ചില ആൾക്കാർ എണ്ണി ഇങ്ങനെ അനുഗ്രഹം കിട്ടിയൊക്കെ വിളിച്ചു പറയും. അപ്പം ഞാൻ വരീസാറിന് പറയും, അവരെ പറഞ്ഞു വിടാൻ പറയും. എന്താ കാര്യം? ഇങ്ങനെ ഒരു പട്ടികക്കാരെ നമ്മൾ ഉദ്ദേശിക്കണില്ല. ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ പട്ടിക എണ്ണി പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിക്കണില്ല. മറിച്ച് ഉടമ്പടിയുടെ സ്പിരിറ്റ് ഓഫ് കവനൻ്റ് ഉണ്ട്. ഇപ്പം തനിയ ബാബുവിൻ്റെ കവനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജോലി വേണം. പക്ഷെ അതിനെന്താ പ്രശ്നം? അവൾക്ക് കിട്ടിയ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ജോലിക്ക് കയറിയിട്ട് പോലും ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഈ ഉടമ്പടി ധ്യാനം കൂടുന്നത്. ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് അവൾ ശ്രദ്ധിച്ച്, എന്താ വെച്ചാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഈ ഉടമ്പടിയുമായിട്ട് ജനങ്ങളുടെ കൂടെ ദൈവത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞല്ലേ. സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കാലത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യണമെന്ന് പറയും. കാര്യം വിശ്വാസത്തിൻ്റെ മേൽക്കൈ നേടുന്നത് സ്റ്റാറ്റസ് ഡീപ്രമോട്ടിങ്ങിലാണ്. ഇപ്പം നമുക്ക് ഒരു നിലവാരമില്ലേ? ഒരാൾക്കാർക്ക് ഒരു നിലവാരമുണ്ടല്ലോ. നിലവാരം ദൈവത്തിന് വേണ്ടി എപ്പോൾ മറക്കുന്നു അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് പ്രമോട്ടിങ് ആവും. അപ്പോൾ നിങ്ങളെക്കാൾ ഉയരം, എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന കൽപ്പനയെ നിങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് അതിനെ സത്യസന്ധമായി വിശ്വസിക്കും. അത്തരം കൊണ്ടൊക്കെ വിശ്വസിക്കാൻ ആർക്കും പറ്റും. നമുക്ക് മുതൽ മുടക്കില്ല. നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ടാക്സ് കൊടുക്കണ വിശ്വാസമുണ്ട്, ടാക്സ് കൊടുക്കാത്ത വിശ്വാസമുണ്ട്. അതാണ് പ്രശ്നം. പ്രവൃത്തി മൂലം നീതീകരിക്കുന്ന യാക്കോബ് 2:17 വിശ്വാസം ടാക്സ് കൊടുക്കുന്ന വിശ്വാസമാണ്. മറ്റേ ടാക്സ് കൊടുക്കാത്തതാണ്. അത്തരം കൊണ്ട് പാടുന്നില്ല, പാടുകയും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ടാക്സ് ഒന്നും മുടക്കണില്ലല്ല, ഒക്കെ മുടക്കൊന്നുമില്ല. അത് സത്യസന്ധമാണ്. നമ്മളുടെ ഒരു ബാധ്യതയാണ് നമ്മുടെ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ബാധ്യതയല്ല. നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യമാണെന്ന് തെളിയിക്കേണ്ടത്. അതെങ്ങനെ തെളിയിക്കും? ടാക്സ് അടിക്കും. അതിന്മേ എന്താണത്? അത് സത്യസന്ധമായി തെളിയിക്കാൻ പ്രവൃത്തിയോ മൂലം മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ. പ്രവൃത്തി മൂലം. തനിയാടെ സാക്ഷ്യത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, തനിയ പറഞ്ഞ ഇതാണ്, എന്നോട് ഒത്തിരി പേര് പത്രം ചോദിച്ചു, ഞാൻ കൊടുത്തില്ലെന്ന്. എൻ്റെ കൂട്ടുകാരത്തോട് ഞാൻ പറഞ്ഞു പത്രം ചോദിക്കുന്നവർക്ക് കൊടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്ത് പരിപാടിയാണ്? നമുക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ ആൾക്കാരെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത്. തനിമാവിൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചത് ചോദിക്കുന്നവർ കൊടുക്കരുതെന്ന്. പക്ഷെ പത്രം വേണ്ടെന്ന് പറയുന്നവരെ കെട്ടിയേൽപ്പിക്കണമെന്ന്. മാതാവേ, അതാണ് ടാക്സിങ് എന്ന് പറയണത്. പത്രത്തിനോട് കൃപാസനം പത്രത്തിലാണ് സാക്ഷ്യങ്ങളിരിക്കണം മുഴുവനും. അത് വേണ്ടെന്ന് പറയുന്നവനെ കെട്ടിയേൽപ്പിക്കണം. അതിൻ്റെ ക്ലൂ അതാണ്. എന്ന് വെച്ചാൽ പത്രത്തോട് പ്രതിപത്തി കാണിക്കാത്തവർക്ക് നീ കൊടുക്കണം. കൂട്ടുകാരത്തോടും പറഞ്ഞു വിട്ടിരിക്കുകയാണ്, പ്രതിപത്തി കാണിക്കുന്നവർക്ക് കൊടുക്കണ്ട. അവർ ഇന്നലെ നാളെ എവിടെ നിന്ന് വായിച്ചോളൂ. ഇതിനോട് താല്പര്യം ഇല്ലെന്ന് പറയണ ആൾക്കാർക്ക് അത് അടിച്ചേൽപ്പിക്കണം, പുറകെ നടന്നാലും ശരി. അതാണ് പ്രേക്ഷിത വില. അതാണ് പ്രശ്നം. ടാക്സിങ് എന്ന് പറയുന്നത്. മറ്റേ എളുപ്പമല്ലേ, തിരിച്ചുകൊണ്ട് മേടിക്കും, ഒരു കുഴപ്പം, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ല. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് വിപ്രതിപത്തി കാണിക്കുന്ന ആൾക്കാരുടെ മേൽ കെട്ടിയേൽപ്പിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? രണ്ട് സംഭവം വേണം. ദൈവസ്നേഹം വേണം,
പിന്നെന്താണ്? വിശ്വാസം വേണം. മനസ്സിലായില്ലേ? അവൾക്ക് കിട്ടിയ ജോലി പിന്നെ പോയില്ല. എന്താണ്? ദൈവത്തിന് അവളെ വിശ്വാസമായി. ഇത് ഒരു മിനിമം പരിശുദ്ധാത്മാവിലാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഉടമ്പടി വർക്ക് ചെയ്യണത് ഒരു മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യണം. കാര്യം പരിശുദ്ധാത്മാവ് ആണ് നമ്മൾക്ക് ഇതിൻ്റെ ക്ലൂ ഒക്കെ പറഞ്ഞു തരണത്. ഞാൻ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ദൈവത്തിന് ഒരു നാഷണൽ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത ഒരു റോഡ് നമ്മുടെ ആത്മാവിലൂടെ പണിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത്, ഏത് സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംസർഗം ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊരു ബ്ലോക്ക് വന്നാൽ പോലും ദൈവം അതിന് പെട്ടെന്ന് ഇപ്പോൾ ദൈവം പറഞ്ഞാൽ നമുക്ക് കേൾക്കണ്ടേ? നമ്മൾ റേഞ്ചില്ലാത്ത സ്ഥലത്ത് പോയി നിന്നാൽ എങ്ങനെയാണ് കേൾക്കണത്? റേഞ്ചുള്ള സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് റേഞ്ചിങ് എന്ന് പറയണത് ഒരു റേഞ്ച് ഓഫ് ദി ഉടമ്പടിയുടെ റേഞ്ച് എന്ന് പറയണത് ഒന്ന് വിശുദ്ധിയും ഒന്ന് സാക്ഷ്യവുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇത് രണ്ടും കറക്റ്റാക്കിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഒന്ന് വിശുദ്ധി എന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ. ഇപ്പോൾ തനിയോട് പറഞ്ഞത് എന്താണ്? ഇതിന് ക്ലൂ കിടപ്പുണ്ട്, നിനക്ക് ഞാനൊരു ഉപദേശം തരാം, നിനക്കിതിൻ്റെ നീ രക്ഷപ്പെടാൻ ഒരു മാർഗം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാം. ബൈബിളിൽ എപ്പോഴും ഉള്ളതാണ് ഈ മുഖത്ത് നോക്കി ഉപദേശിക്കൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.